ഹിന്ദി പഠനം നിർബന്ധമാക്കുന്ന വിദ്യാഭ്യാസ നയത്തിലെ 3 ഭാഷാ ഫോർമുലയിൽ കേന്ദ്രത്തെ ശക്തമായി വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. സർക്കാരിന്റെ വിരട്ടൽ തമിഴ്നാടിനോട് വേണ്ടെന്ന് സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. മുഖ്യമന്ത്രിക്ക് പിന്തുണയുമായി ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ രംഗത്തെത്തിയപ്പോൾ ടി.വി.കെ. അധ്യക്ഷനും നടനുമായ വിജയും വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ചു. ഹിന്ദി ഭാഷാ പഠനം നിർബന്ധമാക്കുന്ന വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ തമിഴ്നാടിന് കഴിയില്ലെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയിലാണ് രൂക്ഷ വിമർശനം. വിരട്ടൽ തമിഴ്നാടിനോട് വേണ്ട, ഒരു നിലയ്ക്കും കീഴ്പ്പെടില്ല. ഹിന്ദി പഠിക്കുന്നത് എങ്ങനെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാകുമെന്നും മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും രംഗത്തെത്തി. തമിഴ്നാടിനെ ആവശ്യമില്ലാതെ വിമർശിക്കുന്നത് തീക്കളിയായി മാറുമെന്നായിരുന്നു ഉദയനിധിയുടെ മുന്നറിയിപ്പ്. വിദ്യാഭ്യാസ മേഖലയിൽ അർഹമായ സാമ്പത്തിക സഹായം ചോദിക്കുമ്പോൾ ഹിന്ദി പഠിക്കാൻ കേന്ദ്രമന്ത്രി പറയുന്നതായും ഉദയനിധി കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റേത് ഫാസിസ്റ്റ് നടപടിയെന്നായിരുന്നു വിജയുടെ പ്രതികരണം. ഫണ്ട് തടഞ്ഞുവെക്കുന്നതിന് ന്യായീകരിക്കാനാകില്ലെന്നും വിജയ് പറഞ്ഞു. എന്നാൽ സംസ്ഥാനത്തെ സ്വകാര്യ സ്കൂളുകളിൽ 3 ഭാഷകൾ പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് സർക്കാർ സ്കൂളുകളെ ഒഴിവാക്കി നിർത്തുന്നുവെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് ബി.ജെ.പി. അധ്യക്ഷൻ കെ അണ്ണാമലൈ ആവശ്യപ്പെട്ടു. ഡി.എം.കെയ്ക്കൊപ്പം ടി.വി.കെ. കൂടി വിഷയം ചർച്ചയാക്കുന്നത് സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് തിരിച്ചടിയാകും. 24 ചെന്നൈ.